വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം കേട്ടോ, നിർബന്ധമായിട്ട് വേണം. ഇവിടെ ഓരോ ലീസ് 15 to 20 lakhs അല്ലാതെ വീട് കിട്ടാറില്ല. 22 നോക്കണം. പുനാർപ്പള്ളി ജ്യൂസാണ് കേട്ടോ, ജിമ്മാക്കാണ്. ഒരു 7 ദിവസം ജിമ്മിൽ വന്നോ, ഇപ്പൊ ഇത് മതി. ഇന്ന് ഈ ജിമ്മേറിൽ പോണിക്കാണ്. ഒരു അരമണിക്കൂറിലുള്ള കാസർഗോഡ് എത്തും. അരമണിക്കൂറിലുള്ള മലബാർ മൊഞ്ചത്തി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ഇതിലേക്കാണ് കേട്ടോ. അതായത് ഫാമിലി ആയിട്ട് ചെറിയൊരു കുഞ്ഞ് റിങ് ഷോപ്പിംഗ് ഉണ്ട്. ഇപ്പം അൺലോക്ക് ആക്കണ്ട, കുഞ്ഞ് റിങ് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ കൈ മടക്കി കയ്യിൽ ഇത് ഡേർട്ട് കാണുന്നുണ്ട്, അത് ഡ്രസ്സ് വേണ്ട വേറെ തരം കുഞ്ഞ് റിങ് പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു വീട് നോക്കാനുണ്ട് കേട്ടോ. ഇവിടുന്ന് വീട് വൈകിമാരല്ലേ പോകാനുള്ള പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇടുന്നത്. പിന്നെ അവിടെ കുറച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ബീച്ച് പോകുന്നെങ്കിൽ പോവും, ഇല്ലെങ്കില്ല. പക്ഷെ അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഡയമണ്ട് ഗോൾഡ് ഷോപ്പിൽ വന്നിട്ട് ഇവർക്ക് എന്തിനാണ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കുട്ടികൾക്ക് എന്തിനാണ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്? ഇവിടെ വന്നിട്ട് ഇവർ സംസാരിക്കുന്നത് എനിക്ക് ഗോൾഡ് എനിക്ക് ഡയമണ്ട് ആണ്. അപ്പൊ ഉമ്മാക്ക് ഇന്ന് 10 പവൻ സ്വർണ്ണം വാങ്ങാൻ വേണ്ടി വന്നതാ. നൈറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇതല്ല റിങ് എടുക്കണ്ടേ, ഇതിൽ ഉമ്മർ കയ്യിലിട്ട് വെച്ചിരു. Chubby bad boy. Chubby bad boy. I'm a good boy. ಇದು ಬ್ಯಾಕ್ ಇಡ್ರಿ. ಇದು 22 ನೋಕೋಣ. ഡയമണ്ട്സ് 22 ബണ്ടില്ല. അപ്പോൾ ഗൈസ് ഞാനവിടെ കാർക്ക് ഇതാ ഇവിടെ ഈ കാർക്ക് വന്ന് നിൽക്കുന്ന മന്ദബുദ്ധി എന്ന് പറഞ്ഞ് വിളിക്കാനുണ്ട്. മന്ദബുദ്ധിയാണ് ഇത്ര. ഞാൻ നോക്കുന്നു ഇതെന്താ ഇങ്ങനെ ആവുന്ന. എന്തടി അല്ല ഇഷ്യൂ എതിർന്നുണ്ട് ബാക്ക് പോ. അപ്പം ഫൈനലി നമ്മളത്തെ ഒരു പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ തന്നെയാ ഏറ്റവും നമ്മോട്ട് കുറച്ചെടുത്ത് ഏറ്റവും എടുത്ത ഷൂ. ഫൈനലി നെക്സ്റ്റ് നമ്മൾ വീട് നോക്കണം. വീട് വയ്യല്ലേ, നല്ല വീട് കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്കൊരു മനസ്സിന് സമാധാനം കിട്ടുന്ന പോലത്തെ വീട്. ഇത് ബാറ്ററി എന്നത് പൈസ എടുക്കുന്നത് ലൊക്കേഷൻ എത്തി കേട്ടോ. പക്ഷെ ലൊക്കേഷനൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വേഗം തന്നെ എത്തി. പക്ഷെ എത്തുന്ന കാര്യമല്ല ഗൈസ്. എന്താ വെച്ചാൽ ഇവിടെ വരുമ്പോൾ കോൾ എടുക്കുന്നില്ല പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ കോൾ എടുക്കുന്നില്ല. അപ്പൊ ലൊക്കേഷൻ എത്തുന്നത് മാത്രമല്ല ഒരു കോൾ എടുക്കുന്നില്ല. ഞാൻ ഒരുപാട് വിളിച്ചു 5 to 6 times. അവർ 5 o'clock റീച്ച് ആണെന്ന് പറഞ്ഞാൽ എക്സാക്ട് 5 o'clock ടൈം വരെ കറക്റ്റ് 5 o'clock ഞാൻ റീച്ച് ആയിട്ടുണ്ട്. പക്ഷെ അവർ കോൾ എടുക്കുന്നില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കുട്ടികളെ കൂടെ വന്നതുകൊണ്ട് അവർ വെപ്രാളിക്കുക ബുദ്ധിമുട്ടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും പിന്നെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടിരിക്കുക. ഫൈനൽ ഒരു 5:20-25 വരെ നോക്കും. ഒരു പണിക്ക് വന്നതല്ലേ, വീട് നോക്കാൻ വേണ്ടി വന്നത്. വീട് നോക്കിയിട്ട് പോകണമെന്നുള്ള വാശിയാണ്. അവർ മെസ്സേജ് വെച്ച് ഞാൻ കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെയാണെങ്കിൽ.
നമ്മൾ ബിസി വരുന്നുണ്ട്. എന്തായാലും ഒരു 10 minutes ഇവിടെ നിന്നിട്ട് പിന്നെ പോകും. 6 minutes ആയി ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ഈ വണ്ടി ഇഷ്ടമായി ഇന്ന്. ഓറഞ്ച് ഗാഡി കണ്ടിട്ടില്ല എന്ന്. വാവുന്നു മെല്ലെ പോ സൈഡ്. അപ്പോൾ ഓറഞ്ച് വണ്ടിക്ക് ഇവർ ഓറഞ്ച് ഗാഡി ഇവ നോക്കാൻ വേണ്ടി ഓടുന്നു ഓറഞ്ച് ഗാഡി. ആ കാറിൽ കഴിച്ചെന്ന് കുട്ടികളൊക്കെ ഓറഞ്ച് കാർ ഇപ്പം ഇങ്ങനെ കാണുന്നല്ലേ, കാർക്കുലേക്കാണ് കുട്ടികൾക്ക്. പിന്നെ ഗൈസ് അവിടുന്ന് നമ്മൾ ഒരുപാട് ഫോൺ വിളിച്ചിട്ടോ, ഒരുപാട് ഫോൺ വിളിച്ചിട്ടുണ്ടല്ലോ. അവർ ഫോൺ എടുത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഏട്ടത്തിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്കല്ല സോറി, കദ്രി പാർക്കിലേക്ക് വന്നു. വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം അവർ കറക്റ്റ് ടൈം പറയായിരുന്നു. ഞാൻ കുട്ടികളെ കൂടെ എല്ലാവരും കൂടെ കൂട്ടി വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഏട്ടത്തി പറയുന്നത് വേണ്ട, കദ്രി പാർക്ക് പോകുന്നേ വേണ്ടെന്ന്. കദ്രി പാർക്ക് പോകുന്നത് വേണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ ഇതുവരെ വന്നില്ലേ. അപ്പോൾ ഇവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ടി വിയും കേടായിക്കാണ്. എന്ത് ചെയ്യാനാ, ഇറിറ്റേഷൻ ആക്കി ഫുള്ള് സ്ട്രെസ്സാവും. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കളിക്കട്ടെ, അവരൊരു എൻ്റർടൈൻമെൻറ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുട്ടി ശോഭി വരെ നടക്കാണ്, അവൾ വരെ പോയിട്ടില്ലല്ലോ. ഇത് ബാബാ മതി റോഡ് സൈഡാണ്, ഇത് റോഡ് സൈഡാണ്. നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് മാംഗ്ലൂർ കദ്രി പാർക്കാണ്. ഇവിടെ ഈവനിങ് ടൈമ് ഇത് മാംഗ്ലൂർ കദ്രി പാർക്കാണ് കേട്ടോ. ഇവിടെ ഞാനും വന്നിട്ടില്ല കുട്ടികളായിട്ട്, ഇത് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. നോക്കാം ഇവിടെ തൊല്ലിൽ എന്തൊക്കെ ഉണ്ടോന്നുള്ളത്. ഉമ്മ എവിടെ പോയാലും ഫുഡ് തിന്നാൻ എന്തുണ്ടെന്ന് നോക്കും. കോഫി ഉണ്ടോ, ടീ ഉണ്ടോന്നുള്ളത്. വണ്ടി ഓടരുത്, വണ്ടി വരുന്ന സ്ഥലമാണ്. എനിക്ക് പേടിയാണ്. ഇവർ സംടൈംസ് അഹലില്ലാത്ത പോലെല്ലാം കളിക്കും കേട്ടോ, അതാണ് പേടി. ഇതാ ഓടി കളിക്കുന്ന നോക്കാം. ഈ ഗൈസ് കാണാൻ വ്യൂസ് ഒക്കെ ചൂടില്ല കേട്ടോ വൈകുന്നേരം. ഇത് നമ്മളെ പാസ്പോർട്ട് ചെയ്യാൻ വരുന്നവേ ആണ് കേട്ടോ. പാസ്പോർട്ട് ചെയ്യുന്ന അവിടെ ഒരു എന്താ പറയുക ഫിഷിൻ്റെ ഒരു ഷോപ്പുണ്ട്, അത് ഹോട്ടൽ. ഞാൻ അന്ന് പാസ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ഇവിടെ ഫിഷ് ഉണ്ടാവരോ ഇതിലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫിഷ് ഉണ്ടാവരോ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഫിഷ് ഹോട്ടലാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം ആയിട്ടില്ലെങ്കിൽ പോവായിരുന്നു. വൈകുന്നേരം ആയില്ലേ. മംഗളൂർ ഭയങ്കര ഫേമസ് പാർക്കാണ് അത്ര. പിന്നെ ഇവിടെ കേരള പോകണമെങ്കിൽ 20 minutes കേരളം പോവാട്ടാ. കേരളം പോവാം 20 minutes കേരള പോകാനും പറ്റും. ഉമ്മൊക്കെ നോക്കൊണ്ടിരിക്കാണ്. ബാബാ ഇത് അവിടെ ഉണ്ട്, ബാ ചോടി അവിടെ കളിക്കുക. ലാല നീನು ಮಿಸ್ പോയിട്ട് പറ ನಾನು ಹುಡುಕರ ಬಾ ಶೋಭಿ കളിക്ക ಬಾ. അപ്പം ശോഭിനെല്ലാം കളിക്കാൻ വിട്ടു. അവൾ നോക്കോ, അവളുണ്ടെങ്കിൽ അവൾ ഗൈസ് അവൾ ശോഭി ഇല്ലെങ്കിൽ വരൂല. ഇപ്പം കളിക്കാൻ വേണ്ടിയാണ് എൻ്റെ കൂടെ വന്നത് കേട്ടാ. ഇല്ലെങ്കിൽ അവൾ അമ്മ തന്നെ വേണം. എവിടെ പോയാലും വീട്ടിലുണ്ടെങ്കിൽ എത്ര ക്ലോസ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, അവൾ വിട്ടു പോകുന്നുള്ളൊരു പേടിയാണ്. അവൾ അമ്മയില്ലാതെ അവൾ വരൂല്ല പോവില്ല. ഇപ്പോൾ ഉണ്ടല്ലോ മെല്ലെ ഇവിടെ പാർക്കൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൂടെ വന്നതാ. ഉമ്മ അവൾ അങ്ങോട്ട് പോയി, കണ്ടില്ലേ. അപ്പോൾ ഇവരിത് പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഇനി വല്ല കളിപ്പിക്കാനൊക്കെ എനിക്കായിരിക്കും പണി. നല്ല രസമല്ലേ ഗൈസ്. ഞാനിവിടെ നിന്ന് 6 മണി 6:30 പോകുമല്ലോ. ഇപ്പം എത്ര മണിയായി? ഒന്ന് കളിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ ജിമ്മുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇത് പേ പാർക്കിംഗ് അല്ല കേട്ടോ, പേ പാർക്കിംഗ് അല്ല ഇത് നോർമൽ പാർക്കിംഗ് ആണ്. സോ പാർക്കിംഗ് അല്ല, സോറി പേ പാർക്ക് അല്ല. സോ വേറെ പിലിക്കുല അതിൻ്റെ ഉള്ളിലൊക്കെ പോകണമെങ്കിൽ 25 റുപ്പീസ് 20-25 റുപ്പീസൊക്കെ പേ ചെയ്യണം. പക്ഷേ ഇത് പേ പാർക്കിംഗ് അല്ല തോന്നുന്നു. ഞങ്ങൾ കളിച്ചിട്ടാ. ശോഭി കളിക്കുന്ന പോയിക്കോ, കളിപ്പോ. മൊയ്ജിൻ്റെ അടുത്ത് പോ. ഇരിക്കുന്ന നോക്കുക, ഇത് ഇരിക്കുന്ന നോക്കോ, പോ മോയ്. ചോബി ഇരിക്കുന്ന സ്ഥലം കണ്ടോ? അവളവിടെ പോകണം. കണ്ണൊക്കെ അവിടെയാണ്. വിഷു മൊയ്സുള്ള സ്ഥലത്താണ്. പോ കളിക്കണേ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മമ്മയിട്ടത്ത് അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ ഇവിടെ ഇവരെ കൂടെ അവർ മിസ്സാവും. അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നത്. എന്താ അവിടെ പോയിട്ട് ഇങ്ങോട്ട് നോക്കി വരണം കേട്ടോ. ഇവിടെ തന്നെ കടന്നു പോയാൽ മതി. ഇത് അങ്ങോട്ട് തിരിയാണ്ട് ഇവിടെ തന്നെ കയറിയിട്ട് കടന്നു പോ.
പറഞ്ഞു കൊടുക്കുന്ന രീതി നോക്കില്ലേ. ഞാൻ അങ്ങോട്ട് ഇന്ന് റൗണ്ടായി പോകേണ്ടി വരും. മൊയ്സത്ത് അവിടെ കളിക്കാം. സോ ഇവിടെ ഇരിക്കാനൊക്കെ നല്ലൊരു വൈബാണ് കേട്ടോ. ചോബി പോകണ്ട, ചോബി പോകണ്ട. നീ വീണാലും നിൻ്റെ ഉമ്മച്ചി എനിക്ക് ചീത്ത പറയും. പോണ്ട. ഇഷോ, നീ അവളെ വിളിച്ചിട്ട് നീ എന്താക്കുന്നേ? പോണോ ചോബിക്ക്? ചോബിക്ക് പോകണം. പോവണ്ടെന്ന് പറഞ്ഞ് പോകില്ല കേട്ടോ. അനുസരണല്ലേ കുട്ടിയാ. ഇഷു വന്ന് വിളിച്ച് പോവാ, ബാ ചോബി കളിക്കാന്ന്. മൈ ഗോഡ്, ആരെ പോയിക്കണം. പോ ചോബി, ഇഷിട്ട് പോ. പോ ഇഷിട്ട് പോ ചോബി, ഇഷിട്ട് പോ. ചോബി, ചോബി ഇഷിട്ട് പോ. പോ ചോബി. അങ്ങോട്ട് ഓടി കളിക്കാൻ വിട്ടിട്ടില്ല. ഇതാണ് ഇപ്പൊ കണ്ട് ഭയങ്കര ഇരിക്കും. ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, സ്റ്റഡി കൊടുക്കുന്നു, ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുന്നൊക്കെ. വീലല്ലോ പേടിച്ചു 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 ചോബി പേടിച്ചു. വേണ്ട വേണ്ട, എനിക്ക് പേടിയൊന്നു വേണ്ട. വിട് വിട് ചോബി, അവിടെ നിന്ന് വിട്. പോ അങ്ങോട്ട്, അങ്ങോട്ട് പോ ചോബി, അങ്ങോട്ട് പോ. കൈ 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 ചോബി, അങ്ങോട്ട് പോ. അങ്ങോട്ട് കീഴാക്കാൻ പറ്റില്ല. ചോബി, ചോബി അവിടെ ഇരിക്കുക. ചോബി ഇരിക്കാൻ പോകുന്നതല്ലേ സത്യം. അവർ എനിക്ക് പേടിയാണ്. അവർക്കെന്താ, കുട്ടികൾക്ക് എന്താ. ഇത് വെയിറ്റ് ഉണ്ടടാ. ആവില്ല, നീ ഇത്ര വലിയ പൊട്ടൻ ഇരുന്നാല്. അവളത് ചിരി കണ്ടോ, ചിരി കണ്ടോ? അവൾ എൻജോയ് ചെയ്യുന്നു ഗൈസ്. അവൾ ആദ്യമായിട്ടാണ് കേട്ടോ കളിക്കുന്നത്. വേണ്ട വേണ്ട, നീ വേണ്ട, നീ ആക്കണം, ഞാൻ ആക്കിയോല, ശ്രദ്ധിച്ചാക്കിയോല. അവൾക്ക് സന്തോഷമായിക്കണം. മൊയ്സ് എവിടെയാന്ന് അറിയില്ല കേട്ടോ. മൊയ്സിന് തപ്പിന് പോകണ്ട. ഈശോ മൊയ്സ് എവിടെ? എവിടെ സിംഗിൾ? അവിടെ ഉണ്ടോ? ആ മൊയ്സ് സിംഗിൾ ഇരിക്കുന്ന. ഇരുന്നിട്ട് ആട്ടൻ ആരില്ലാതെ നിൽക്കാൻ കേട്ടോ ഗൈസ്. ആട്ടൻ അവിടെ ആളില്ല. ഇവരെവിടേക്ക് പോയിക്കണേ? ചവി ഇറങ്ങ മതി. പിന്നെ ഞാൻ ഉമ്മ ഇവിടെ ഇരിക്കുകയാണ്. കുട്ടികളൊക്കെ കളിക്കാൻ പോയിട്ടാണ്. ഞാൻ ആ ഉമ്മ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കുന്നത്. അവിടെ ആ ഏട്ടത്തി ചോബിനെ ആട്ടാണ്. ചോബിക്ക് നല്ല രസമാണ് കേട്ടോ ആട്ടാണ്. ഞാൻ പറഞ്ഞില്ല അവൾ ആട്ടാനാണ്, ഉമ്മ തന്നെ വരണം എന്നുള്ളത്. ഇതാ ആടി ആടി ആടി. ഇവരെ കുറച്ച് അവളെ ചിരിയാണ് രസം കാണാൻ. അവളൊരു ചിരിയൊന്നുണ്ട്, കള്ളച്ചിരി. ആട്ടുന്നേ മക്കളും 10 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രമാണെന്ന്. അപ്പോൾ അവൾക്ക് ഒരു സിങ്കി കിട്ടി. ഒരാളെ അവിടെ ഉണ്ടോ. മറ്റുള്ളത് എന്താക്കും നോക്ക്. മൊയ്സ് മൊയ്സ് പോക്കൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പം ഫസ്റ്റ് ടൈം അവൾ പോണ്ടേ പാർക്ക്? ഇല്ല പോയിട്ടല്ല. ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ഇവൾ പാർക്ക് വരുന്നത്. ഇങ്ങനെ കുട്ടികളെ എപ്പോഴും കൂട്ടി വന്നാലും കുട്ടികൾ ആക്റ്റീവ് ആവും. കുട്ടികളെന്നും പാർക്കിലൊക്കെ കൂട്ടി വരണം കേട്ടോ. പാർക്കിൽ കൂട്ടി വന്നാലേ കുട്ടികൾ ആക്റ്റീവ് ആവുള്ളൂ. ഇല്ലെങ്കിൽ വീട്ടിലിരിപ്പിച്ചാലും. ഞാൻ ഇഷു മൊയ്സിനെ കൂട്ടി വന്നുകൊണ്ടായിരുന്നു. അവർ അങ്ങനെ എന്നെ വെറുപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ കൂട്ടി വരാത്തത്. വേണ്ട അപ്പോൾ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് തോന്നും സംടൈംസ്. ഇപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ വീട്ടിൽ TV ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം അവരൊന്ന് ടൈം സ്പെൻഡ് ആക്കാം. ഞങ്ങൾ മിഞ്ഞാന്ന് അത് ഓരോ സ്ഥലത്ത് പോകേണ്ടതല്ലേ, അറിയാത്ത സ്ഥലത്തൊക്കെ. ഇവിടെ ഞാനിത് 2ാമത്തെ തവണ മേ ബി ആയിരിക്കും വരുന്നത്. പിന്നെ ഈവനിങ് ടൈം വണ്ടി വരെ റഷ് ഉണ്ട്. അവിടെ പോയിട്ട് കുട്ടികൾ നോക്കുക. ഉമ്മ ഇവിടെ ഇരിക്കുന്നു. ഉമ്മ വന്നിട്ട് എവിടെയാണെങ്കിൽ ഇരിക്കൽ തന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഇത് പരിപാടി എന്താ വെച്ചാൽ വീട് നോക്കുന്നതാണ് ആണെന്നല്ലേ.
എന്താ ഗൈസ് ഇവിടെ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം കേട്ടോ, നിർബന്ധമായിട്ട് വേണം. ഇവിടെ ഓരോ റീൽസ് 20 lakhs 15 to 20 lakhs അല്ലാതെ വീട് കിട്ടാറില്ല. 1 BHK ഞാനും ഉമ്മ പിന്നെ അനിയനൊക്കെ ആകുമ്പോൾ 1 BHK ഒന്നും നടക്കൂലല്ലോ. 3 BHK 2 BHK വേണം. അത് 20 lakhs അല്ലാതെ വീടില്ല. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നോക്കാൻ പോയത് 15 lakhs എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നോക്കാൻ പോകുമ്പോൾ ഇങ്ങനായി, ആൾ ഫോൺ എടുക്കുന്നില്ല. അതെങ്കിലും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാമെന്ന് പറയുമ്പോൾ സോ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് എത്തിയിട്ട് നിൽക്കാണ് തലയിൽ. എന്തായാലും നോക്കാം ഇൻഷാ അല്ലാ. അപ്പോഴേക്ക് ഈ സ്ട്രെസ്സിൻ്റെ ഇടയിലാണ് കുട്ടികൾ കായെന്ന് പറഞ്ഞിട്ട് ഒച്ചം ബഹളം അങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ടുണ്ട് തലയിൽ നരമ്പ് പൊട്ടുന്ന അത്ര വേദന ആവും. എന്തായാലും റബ്ബുണ്ടോ എന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷെ ഒരു വീട് കിട്ടിയാൽ മതിയായിരുന്നു. 15 to 20 days ഉള്ളിൽ വീടാവണമല്ലോ. അത് എവിടെയെങ്കിലും കിട്ടണമല്ലോ, കിട്ടിയാൽ മതിയായിരുന്നു. റെൻറ്റിന് പോയിട്ട് റെൻറ്റിനും അങ്ങനെ തന്നെ ഗൈസ്. 1 BHK അല്ല 10K ഉണ്ട്. 2 BHK 3 BHK ഒക്കെ എടുക്കണമെങ്കിൽ 35,000 ഒക്കെയാണ് ഒരു നല്ല സൗകര്യമുള്ള വീട് കിട്ടും. നല്ലത് നല്ല ഒരു നോർമൽ സൗകര്യമുള്ള വീട്. ഇപ്പോൾ എനിക്ക് 20 lakhs ഉള്ള വീട് കിട്ടിയത്. വീട് ഞാൻ നോക്കാൻ പോകുന്നത് 20 lakhs ആണ്. അതിലൊന്നും എന്താണ് ഫെസിലിറ്റീസ് ഇല്ല. ഓൺലി കിച്ചൺ ക്യാബിനറ്റ് മാത്രമാണുള്ളത്. എല്ലാ ഫർണിച്ചറും ഞങ്ങൾക്ക് കൊണ്ടുവന്നിടണം. ഞാൻ വിത്ത് ഫർണിഷ്ഡ് നോക്കുന്നതാണ്. വിത്ത് ഫർണിഷ്ഡ് 2 BHK 20K കിട്ടിയാലും പ്രശ്നമില്ല. 20 അല്ല 15 lakh ആണ് എൻ്റെ ബഡ്ജറ്റ്. 13 ആണ് എൻ്റെ ബഡ്ജറ്റ്. അതും ബുദ്ധിമുട്ടാണ് 13 അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. കിട്ടാറില്ല, വീട് തന്നെ കിട്ടാറില്ല. എന്താ ചെയ്യാം? ഏജ് ഐഷോ 8. പിന്നെ ആൻറ്റി പറഞ്ഞ നിനക്ക് 15 15 അപ് ടു 10 years മാത്രം ഇരിക്കാൻ പറ്റില്ല. നിനക്ക് എത്ര ഏജായി? നിനക്ക് ഇരിക്കാൻ പറ്റും. എടുക്ക് നോക്കാം. എടെ 10 വയസ്സുള്ള കുട്ടികൾ മാത്രം ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവന് വന്നിട്ട് 8 വയസ്സായിട്ടല്ലേ ഇവനക്കുള്ളത്. അപ്പോൾ ഇവനോട് ഏട്ടത്തി പറയും എനിക്ക് 15 വയസ്സായി, ഇതിൽ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടതിലില്ല 15 ആയിട്ട് എനിക്ക് 8 ആയിരുന്നു. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കണം ഉമ്മച്ചി എനിക്ക് എത്ര ഏജായി? ഞാൻ 15 പറയുന്നത് എത്ര നമ്പേഴ്സാണെന്ന്. 15 പറഞ്ഞു. ഇല്ല എനിക്ക് 8 ആണ്. കുട്ടികളെ ഓരോ കാര്യങ്ങൾ കണ്ടില്ല. മൊയ്സ് ഉണ്ടോ ഇല്ല ഒന്നായിരിക്കും. ഭൂലോ കടിയായിക്കൊണ്ടിരിക്കുകയാണ്. സോബി ഇറങ്ങുന്നില്ല എന്ന്. സോബി ഇരുന്ന സ്റ്റൈലൊക്കെ മൂന്നാലായിട്ട് അടിയാണ് ഇവിടെ. ഇഷു നീ കുറച്ച് കഴിഞ്ഞിട്ട് സംടൈംസ് ഇഷു ശരി 4 വയസ്സുള്ള കുട്ടി പോലെ ആവും സംടൈംസ് ഇഷുവിന്. അപ്പുറം ഇപ്പുറം കാല് വെച്ചിട്ട് ഐസ് തരാം. ഇതെന്ത് രസമാണ്. എൻ്റെ ചെറിയ മോനൊന്നും സമ്മതിച്ചു കൊടുക്കൂല കേട്ടോ ഏതിനും. ആണ്ടി ആട്ടെന്ന് പറഞ്ഞിട്ട് മൊയ്ച്ച് ഇവിടെ നക്കും. മൊയ്ച്ച് പേടിക്കും മെല്ലാട്ടെ അവൾക്ക് സന്തോഷം പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. അവന് ഉപദ്രവം മാത്രമാണ്. അവന് ഭയങ്കര പുക്കലാണ്. ഇപ്പൊ ശരിക്കും ആദ്യം പേടിച്ച് അവനെ നോക്കുക ഇവനെ നോക്കുക. ജോറാക്കണ്ട അവൻ എൻജോയ് ചെയ്യുന്നു ശോഭി. ഇവൾ പേടിച്ചിട്ടു. നീ സ്ട്രോങ് ഇല്ല മൈജ? നീ സ്ട്രോങ് ഇല്ല? നീ ആന്റി കടിക്കുവോ? ആന്റിനെ ചിക്കുവോ? ശോഭിനടിക്കുവോ? അപ്പൊ കൈസ് ഇത് കണ്ടില്ലേ, ജ്യൂസാണ് കേട്ടോ. പുനാർപ്പള്ളി ജ്യൂസാണ് കേട്ടോ. വീട് നോക്കാണ് ഇപ്പൊ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഓക്കെ വരാന്ന് പറഞ്ഞ് പോവാണ്. ഇവിടെ ഏകദേശം 6:30 കേട്ടോ. 6:30 ആയി. റബ്ബേ ഇവനെ ഇരിപ്പിക്കാനൊന്നും ഇതില്ല. ഞാൻ പോയിട്ട് എന്താക്കാൻ? ഞാൻ പോയിട്ട് നീ ഇവിടെ നിക്കോ? പിന്നെ കരാൻ പാടില്ല. ജിം വർക്കൗട്ടോ
ജിമ്മാക്കാണ് ഡെയിലി ഇവിടെ വന്ന് ജിമ്മാക്കിയാൽ മതി. ജിമ്മാക്കുന്ന ജിമ്മാക്കാണ്. ഒരു 7 ദിവസം ജിമ്മിൽ വന്നോ. ഇപ്പൊ ഇത് മതി ഇന്ന്. ഈ ജിമ്മ് മതി ഇന്ന്. 7 ദിവസം ജിമ്മിൽ വന്നിട്ടുണ്ട്. 7 ദിവസം കൂടുതലില്ല. ഇപ്പൊ ഈ ജിമ്മ് മതി. ഡെയിലി ഇവിടെ വൈകുന്നേരം കൂട്ടി വന്നാൽ മതിയല്ലോ. നല്ല കേരള പോകുന്നാണ് ട്രെയിനിൽ കയറിയിട്ട്. അങ്ങോട്ട് പോ ഉമ്മ നീ പറവാ. അപ്പൊ ഫൈനലി ഞങ്ങൾ കേരള പോവാൻ നിൽക്കാണ്. ഒരു അരമണിക്കൂറിൽ കാസർഗോഡ് എത്തും. അരമണിക്കൂറിലല്ല എന്ത് ക്രേസാണ് എനിക്കറിയില്ല. നമ്മൾ ട്രെയിനിൽ എവിടെ പോയിട്ട് വരാം. ഇവിടെ വന്നിട്ട് ഭയങ്കര ക്രേസാണ്. ഉമ്മ നോക്കും. ഉമ്മാണ് ഞാൻ പോകുമ്പോൾ വീട് നോക്കണം. മറിച്ചിട്ട് പോവാന്ന് പറയുമ്പോൾ ഉമ്മ ട്രെയിനിലിരിക്കുക. കുട്ടികളാണ് കടാൻ കഴിച്ചത്. എന്താ ചെയ്യാം. ഉമ്മ ഇങ്ങനെ ആയാലോ കുട്ടിയില്ല. കൊച്ചിക്കാണോ വെറുതെ ഒരു ഇതാണ്. എന്താണ് ചോബി ട്രെയിൻ രസമുണ്ടോ? റിയൽ ട്രെയിൻ എൻജോയ് ചെയ്യുന്നില്ല. ഈ ട്രെയിനാണ് എൻജോയ് ചെയ്യുന്നത്. 10 മിനിറ്റ് നിങ്ങൾക്ക് മടുക്കും. 1 മണിയാകുമ്പോൾ തുടങ്ങി. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ട്രെയിൻ. ഒരു ട്രിപ്പ് ഇങ്ങനെ കറങ്ങിയിട്ട് നമ്മളെ ബീച്ച് ഫുള്ള് കാണിക്കും. ട്രെയിനിൽ സത്യം പറഞ്ഞാൽ ട്രെയിനിന്റെ ആൾക്കാർക്ക് പറയുന്നത് ഇത്ര എമൗണ്ട് ആയിട്ടുണ്ടാവില്ല. ഇവിടെ ഭയങ്കര ഒരു ദിവസത്തിൽ നല്ല ബിസിനസ് ആണ് കേട്ടോ. അത് ആൾക്കാർ വെറുതെ കയറുന്നുണ്ട്. കയറാണ് മെയിൻ ട്രിക്സ് എന്താണെന്ന് വെച്ചാൽ കുട്ടികളാണ് കേട്ടോ. കുട്ടികളാണ് അടി കഴിക്കുന്നത്. പെർ പേഴ്സൺ ഇത്ര എന്നാണെങ്കിലും ഒരു ഡെയിലി ഒരു 200-300 ആൾക്കാർ എന്തായാലും കയറുമല്ലോ. അപ്പൊ നിങ്ങൾ കണക്ക് കൗണ്ട് ചെയ്ത്. അപ്പൊ ബാംഗ്ലൂർ ടു കേരള വന്നാൽ വരെ ഇവർക്ക് എത്ര ട്രെയിൻകാർക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ജസ്റ്റ് ഈ ഒരു 2 മിനിറ്റ്സിന്റെ റൗണ്ടിൽ ഭയങ്കര കറക്കാണ് കേട്ടോ. ഒരു ഗുഹ വരുമ്പോഴാണ് രസം. ഫൈനലി ഞങ്ങൾ എക്സാക്ട് വ്യൂ പോയിന്റ്, അത് എൻട്രൻസ് പോയിന്റ് റീച്ച് ആയി. അപ്പോൾ എന്ത് സുഖം. എന്തെങ്കിലും സന്തോഷം ഉണ്ടമ്മ? എന്തെങ്കിലും സന്തോഷമായോ? ഞാൻ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് പോകാനുള്ളൊരു പരിപാടിയിലാണ്. ഒരു വീട് കാണാൻ വേണ്ടി അവർ കോൾ വിളിക്കുന്നത്. ഇവരുടെ മൈൻഡിൽ എൻജോയ്മെന്റ് ആണ്. ഇതിനുണ്ട് രസല്ലേ. ഇപ്പൊ ഇവിടെ ഇരിപ്പിക്കാതെ കൂട്ടി പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എനിക്കും വേണ്ടി അവര് ഇവിടെ കൂട്ടിയിട്ട് നെക്സ്റ്റ് ടൈം കൂട്ടി ഇരിപ്പിക്കുന്നവരെ എനിക്ക് സമാധാനം കിട്ടുള്ളായിരുന്നു. മെയിൻ ഒന്ന് ഉമ്മ കുട്ടിയാലോ രണ്ടാളും സെയിം ആ കാര്യം. ബാബാ ഇഷു മോയിസ് ബാ. ഫൈനലി ഞങ്ങൾ കതിരി പാർക്കുന്ന നേരെ വീട്ടിലേക്കല്ല അവർ വീട് കാണണം. അവിടുത്തെ ചെറിയ ഷോട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇവിടെയാണ് കേട്ടോ ഇതൊരു ഹാള്. ഇതൊരു കുഞ്ഞ് ഡൈനിങ് ആൻഡ് ഇതൊരു മാസ്റ്റർ ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം. ഇത് ജനറൽ ടോയ്ലറ്റ്. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇവിടേക്ക് കയറിയത്. നല്ല വൈബാണ്. റോഡ് സൈഡിൽ ആൾക്കാർ പറയിപ്പിക്കാൻ നമ്മൾ ചെയ്യണം. ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഓപ്പണാണ് കാസർഗോഡ്. റോഡ് സൈഡിൽ വേറെ എങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ കഴിക്കുക. നല്ല ഫ്രീഡമാണ്. നൈറ്റ് വൈബ് ആസ്വദിക്കണം. നൈറ്റ് വൈബാണ് ആസ്വദിക്കുന്നത്. നിങ്ങളാണ് ആസ്വദിക്കുന്നത്.
ഇതാക്കണേ ആ റബ്ബേ ഓരോ കഷ്ടം രണ്ടാറ് മൊയ്സ് ഇവിടെ പിസ്സ ഞാനിവിടെ ഇത് ഏട്ടത്തിയുടെ തലവേദന കഴിച്ചിട്ടുണ്ട് നോക്കട്ടെ പീസ് എടുക്കട്ടെ ഒന്നോ അയ്യോ ചീസി cheesy pizza ഉണ്ടായിരുന്നില്ലേ